കേരളത്തിലെ ഭരണമാറ്റം അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവും, ആര് മന്ത്രിസഭ രൂപീകരിക്കുന്നൊന്നും ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നും മലയാളിക്ക് കിട്ടുന്നില്ല. കാരണം മലയാളിയുടെ മൊത്തം കുടുംബ ബഡ്ജറ്റുകൾ താളം തെറ്റാൻ തുടങ്ങിയിട്ട് 30 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബാധ്യതകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കൂട്ടാത്മഹത്യകൾ പെരുകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് അത്രയും കൂട്ടാത്മഹത്യകളില്ലെങ്കിലും കേരളത്തിൻ്റെ അകത്ത് ഇത് നിത്യസംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെയും ബഡ്ജറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് അവർക്ക് ആത്മഹത്യകൾ തിരഞ്ഞെടുക്കാൻ ഇടവരുന്നത്. പക്ഷേ ഭരണം മാറിയതുകൊണ്ടോ മുഖ്യമന്ത്രി പുതിയതായിട്ട് വന്നതുകൊണ്ടോ ഈ വ്യവസ്ഥിതി ഒറ്റയടിക്ക് മാറാൻ അല്ലെങ്കിൽ മാറ്റപ്പെടുന്ന ആർക്കും പ്രതീക്ഷയില്ല. കാരണം മാറാത്തത് മാറും എന്ന് പറഞ്ഞു നടക്കാമെന്നല്ലാതെ മാറിയ ചരിത്രം വളരെ കുറവാണ്. ഈ ബാധ്യതകൾ, ഓരോ കുടുംബത്തിൻ്റെയും ബാധ്യതകൾ ഓരോ ഗവൺമെൻറ്റുകളും മാറി മാറി വരുമ്പോൾ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന ഓരോ നികുതി ഭാരങ്ങളുണ്ട്. ഈ നികുതി ഭാരങ്ങൾ അവനെ താങ്ങാവുന്നതിലപ്പുറത്തേക്ക് ഭാരം വെച്ച് കൊടുത്ത് അവനെ യാതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ്റെ തലച്ചോറുകളെ അവൻ്റെ ബാധ്യതകൾ ആലോചിച്ച് പഴിപ്പിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ജനങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കണം ആത്മഹത്യകൾ തിരഞ്ഞെടുക്കേണ്ടാവുക. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ ആത്മഹത്യകളെ കുറിച്ച് ആലോചിക്കാൻ പോലും സമയമില്ല. അവരാലോചിക്കുന്നത് എൻ്റെ നേട്ടം എന്നേക്കാൾ വലുതായിട്ട് കാണുകയും അത് രാജ്യത്തിൻ്റെ താല്പര്യമായിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ നിലനിർത്തുന്ന മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ രാജ്യത്ത് സുന്ദരമായ ഒരു ജീവിതം പൗരന് സൃഷ്ടിക്കുക എന്ന ഒരു പുതിയ രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ടല്ലോ, അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ തലത്തിലും ഒരു തരത്തിലുള്ള മാനിഫെസ്റ്റോയിലൊന്നും പറയാത്തത് അവർക്കറിയാം അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവരുടെ ആർഭാടവും ധൂർത്തും മൂലം ജനങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നുണ്ടെന്ന് ജനങ്ങളെക്കാൾ ബോധ്യമുള്ള ഒരു വിഭാഗക്കാരാണ് നമ്മുടെ പൊതുസേവകരായിട്ട് നമ്മുടെ നാട്ടിൽ വിലസി നടക്കുന്നത്. അവരുടെ ജീവിതം വളരെ നല്ല രീതിയിലായിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെക്കാൾ വളരെ ദാരിദ്ര്യം വഹിക്കുന്ന ആളുകളായിരുന്നു. ഇന്ന് വലിയ വലിയ കോർപ്പറേറ്റ് മുതലാളിമാർ പോലും സഞ്ചരിക്കാത്ത കാറുകളിൽ വന്ന് പൊതുസേവനം നടത്തുന്ന കാലമായിട്ട് ഒട്ടുമിക്ക ഇന്ത്യ സംസ്ഥാനങ്ങൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നല്ല അവർ പൈസ ഈടാക്കുന്നത്. അവർ മുഖേന എത്ര ബഹുരാഷ്ട്ര കമ്പനികളുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം കോർപ്പറേറ്റുകളുണ്ട്, ഇവരേന്ന് ചാക്കുംപടി പൈസ മേടിക്കുകയാണ് ഇവർ നേരിട്ട് കൈക്കൂലി മേടിക്കണമെന്നില്ല. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കോടാനുകോടി ചിലവഴിക്കാനുള്ള പൈസ ഇതേ കോർപ്പറേറ്റുകൾ ഇവരുടെ പാർട്ടി ഓഫീസിൽ ഇറക്കുന്ന കാലം വന്നപ്പോൾ ജനങ്ങളെക്കാൾ വലിയ ഭക്തി കോർപ്പറേറ്റുകളോട് കാണിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അവർക്ക് വേണ്ടി ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇതിനെ എന്താണ് ബദൽ? ജനങ്ങളുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണ്ണമാണോ അത് പരിഹരിക്കാനാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി. അല്ലാതെ കോർപ്പറേറ്റുകളിലെ ദാരിദ്ര്യം പരിഹരിക്കലല്ല മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ഘടകമെന്ന് ഒരു ബദലായിട്ട് വന്ന് പറയാൻ ഇന്ത്യയിലോ അല്ലെങ്കിൽ കൊച്ചു കേരളത്തിലോ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ അദാനിക്ക് വേണ്ടി ഒരു പോർട്ട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സ്ഥലം, അതിൻ്റെ പണം മുടക്കുന്നതൊക്കെ ഖജനാവിൽ നിന്നായിരുന്നു. കരിമണൽ ലോബി ഒരു പൊതു കടൽ തീരത്ത് നിന്ന് പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട പൊതു പ്രോപ്പർട്ടിയിൽ നിന്ന് കോടാനുകോടി രൂപയുടെ 2000 കോടി രൂപയുടെ കരിമണൽ കടത്തിയിട്ടും അത് ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വിഹിതം പലവരുടെയും കയ്യിലുണ്ട്. ജനങ്ങളിൽ നിന്ന് 10 രൂപ വെച്ച് പിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദകരമാണ്
ഇത്തരം കോർപ്പറേറ്റുകളെ ചൂഷണത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഓരോ പാർട്ടികളിലും കുന്നുകൂടുക. അപ്പോൾ ജനങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവർ നേരിടുന്ന ഏറ്റവും വലിയ കാര്യം അഴിമതി മൂലം ഉണ്ടാകുന്ന വിലക്കയറ്റാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ച് ഒരാളും മിണ്ടുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിനം പ്രതി വില വർദ്ധിപ്പിക്കുന്നുണ്ട്. പാചകവാതകം കിട്ടാനില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹോട്ടലുകൾ വില കൂട്ടി. ആരും നിയന്ത്രിക്കാനില്ല. എല്ലാവരും അതാത് മേഖലയിലെ അധികാരികളായി മാറിയതുകൊണ്ടാണ് ഇന്ന് വ്യാപകമായ ദുരിതപൂർണം നമ്മുടെ തലയിൽ. അതുകൊണ്ടാണ് നമുക്ക് ജീവിതം ഭയങ്കര കഷ്ടപ്പാടായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ബദൽ അന്വേഷിക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ആളുകളും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഇവർ കാലകാലങ്ങളായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു തന്നു എന്ന് ആലോചിക്കാതെ ക്യൂ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ ഇത്തരം ആത്മഹത്യകളും ഇത്തരം ദുരന്തങ്ങളും ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉടലെടുക്കാവുന്നതാണ്.